ഹലോ ഹായ് റുസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു പത്തിരി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനായാലും ഇതുപോലെ ഒരു പാത്രമായാലും അടുപ്പത്ത് വെക്കാം. പിന്നെ ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലാണ് അളന്നെടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാത്രത്തിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് വെള്ളം ചേർത്ത പാത്രത്തിൽ തന്നെ 1 കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി കൊണ്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പൊടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓൺ ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൊടിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്തത്. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ തിളച്ചതിന് ശേഷം വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റിയെടുക്കുന്നത് പോലെ ഇതുപോലൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ പത്തിരിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിയിലാകുന്നത് വരെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഗ്യാസ്മ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് കയ്യിൽ ലേശം ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ മൊത്തത്തിൽ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പ്രസ് എടുക്കുക. ഓരോ ഉരുളകൾ വെച്ചെടുത്തതിന് ശേഷം പ്രസ് ചെയ്യുക. ഇനി ഇത് മറ്റൊരു രീതിയിലും കൂടെ ചെയ്തെടുക്കാം. അതായത് ഒരു വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബോൾസ് അതിൽ വെക്കാം. അതിൻ്റെ മേൽഭാഗത്ത് വീണ്ടും അതുപോലൊരു കവർ വെക്കാം. അതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഉരുളയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 4-5 എണ്ണം ഒരുമിച്ച് വെച്ചതിന് ശേഷം മേൽഭാഗത്ത് കവർ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കൊണ്ട് ശക്തിയായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഉരുളകളും പത്തിരിയായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പ്രസ്സിൽ അമർത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്തിരിക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നല്ലൊരു ട്രിക്സ് ഉണ്ട്. അതായത് ലേശം പത്തിരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊടിയെടുത്ത് ഞാൻ അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഓരോ പത്തിരി ഇട്ടെടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് വീണ്ടും ഇട്ടെടുക്കാം. അപ്പോഴേക്കും പത്തിരി നല്ല രീതിയിലൊന്ന് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഈ ട്രിക്സൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നോമ്പിന് നമുക്ക് പത്തിരി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.